ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വിമൺ ലൈക്ക് മീ എന്ന് പറയുന്ന പോയമാണ് റിട്ടൺ ബൈ മാറം അൽ മസ്രി. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ പോയത്തെ പറ്റിയിട്ടുള്ള കുറച്ച് മേജറായിട്ടുള്ള പോയിൻറ്റ്സും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും പറയുന്നതാണ്. അത് കഴിയുമ്പം പോയിട്ടായിട്ടുള്ള മാറം അൽ മസ്രീനെ പറ്റിയിട്ട് നോക്കുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പോയം വായിച്ചിട്ട് പിന്നീട് അതിൻ്റെ ഒരു പോയിൻ്റ് വൈസ് സമ്മറിയും അത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന മേജർ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. നൗ കമ്മിങ് ടു ദ വീഡിയോ. അപ്പോൾ ഈ പോയത്തെ പറ്റിയിട്ടുള്ള ഏറ്റവും മേജറായിട്ടുള്ള 3 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ പോയം എഴുതിയതാരാണ്? മാറം അൽ മസ്രി. പിന്നീട് ഇത് പബ്ലിഷ് ആവുന്നത് 2004 എന്നിട്ട് ഇത് പബ്ലിഷ് ആവുന്ന പോയട്രി കളക്ഷൻ എന്ന് പറയുന്നത് റെഡ് ചെറി ഓൺ എ വൈറ്റ് ടൈൽ ഫ്ലോർ. ആ ബുക്കിൻ്റെ കവർ പേജാണ് ഇപ്പുറത്ത് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് മാറം അൽ മസ്രീനെ പറ്റിയിട്ട് നോക്കാം. മാറം അൽ മസ്രി ഒരു സിറിയൻ റൈറ്ററായിരുന്നു, ബട്ട് അവർ താമസിച്ചതൊക്കെ പാരീസിലാണ്. ഇനി ഇവരെ പറ്റിയിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻ നമുക്ക് എക്സാമിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. വൺ ഓഫ് ദ മോസ്റ്റ് റിനൗണ്ട് ആൻഡ് ക്യാപ്റ്റിവേറ്റിംഗ് ഫെമിനൈൻ വോയിസ് ഓഫ് ആ ജനറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവരുടെ വർക്ക്സിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അറബിക്കിലേക്ക് എഴുതിയ വർക്ക്സ് ആണെങ്കിൽ പോലും ഇത് അറബിക് ഓഡിയൻസസിനെ മാത്രം എയിം ചെയ്ത് എഴുതിയിരിക്കുന്നതല്ല. ഇത് ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വർക്ക്സാണ്. ഇതിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ലേ റാപ്റ്റ്, നെക്സ്റ്റ് ഐ അലേർട്ടഡ് യു വിത്ത് എ വൈറ്റ് ഡൗ, തേർഡ് വൺ റെഡ് ചെറി ഓൺ എ വൈറ്റ് ടൈൽഡ് ഫ്ലോർ, അതാണ് നമ്മുടെ പോയട്രി കളക്ഷൻ. പിന്നെ ഐ ലുക്ക്ഡ് അറ്റ് യു, ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സാണ്. വേറെയും ഇഷ്ടംപോലെ വർക്ക്സ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ പോയം വായിക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്, ഷോർട്ട് പോയമാണ്. വുമൺ ലൈക്ക് മീ ഡു നോട്ട് നോ ഹൗ ടു സ്പീക്ക്. A word remains in their throat like a thorn they choose to swallow. Women like me know nothing except weeping, impossible weeping suddenly, pouring like a severed artery. Women like me receive blows and do not dare return them. They shake with anger, they subdue it. Like lions in cages, women like me dream of freedom. അപ്പോൾ ഇതാണ് നമ്മുടെ പോയം. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിമൺ ഇൻ സിറിയ പറ്റിയിട്ടാണ് ഈ പോയം പറയുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഒരു പോയിൻ്റ് വൈസ് ആയിട്ടുള്ള സമ്മറി നോക്കാം. ഇപ്പോൾ സിറിയയിലെ വിമണിനെ പറ്റി അഡ്രസ്സ് ചെയ്യുന്നെങ്കിലും യൂഷ്വലി ഇതൊരു പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് വന്ന വിമണിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു അറബിക് നേഷനിൽ ജീവിച്ച് വന്ന വിമണിനെ പറ്റിയിട്ടോ അങ്ങനെയൊക്കെ നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ വിമൺ എന്ന് പറയുന്നത് ഒരു പേട്രിയാർക്കൽ സിറിയ, ഇതിനിപ്പോൾ സിറിയ അല്ല എവിടെ ആയാൽ തന്നെയും ഇവരുടെ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്നാൽ നമുക്കിതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന ജിസ്റ്റ്. അപ്പോൾ ഇവരെങ്ങനെയാണ്, ഇവർക്ക് സ്പീക്ക് ചെയ്യാൻ അറിയത്തില്ലെന്നാണ് പറയുന്നത്. എന്താ അറിയാത്ത, ഇവർ കുഞ്ഞുനാളി മുതലേ ഇവരുടെ വോയിസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സ്പീക്കിങ്ങിൻ്റെ ഒരു ഇത് തന്നെ ഡിനൈ ചെയ്തിരിക്കുക, അവരുടെ ഒരു വോയിസ് തന്നെ ഡിനൈ ചെയ്തിരിക്കുക. അടുത്തെന്ത് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു വേർഡ്സ്, അവർക്ക് പറയാനുള്ള വേർഡ്സ് അവരുടെ തൊണ്ടയിലൊരു തോണിനെ പോലെ ഇരിക്കുകയാണ്. അവരതിനെ പുറത്തെടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, സ്വോളോ ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് അവരോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരിക്കലും അവരുടെ എക്സ്പ്രഷൻസ് അവർക്ക് പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും തന്നെ ഉള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അവർക്ക് എന്ത് പറയണമെങ്കിലും അത് സ്വോളോ ചെയ്യാനാണ് അവരോട് ആവശ്യപ്പെടുന്നത്. ഇനി അടുത്തെന്ത് പറഞ്ഞിരിക്കുന്നത്, അതൊരു ഏജൻസി ഇല്ലാന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് വുമൺ നോ നത്തിങ് എക്സെപ്റ്റ് വീപ്പിംഗ്, ദേ കാൺ സ്പീക്ക് ഔട്ട്, ദേ കാൺ പ്രൊട്ടസ്റ്റ് ഓർ ഡിസഗ്രി. അപ്പം ഈ വുമണ് അവർക്കൊന്നും തന്നെ ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വീപ്പ് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. അതും ഈ വീപ്പിംഗ് എങ്ങനെയാണ്, ഒരു സിവിയേർഡ് ആയിട്ടുള്ള ആർട്ടറി അറിയാലോ ബ്ലഡ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് സിവിയേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷതമേറ്റ അല്ലെങ്കിൽ ഒരു മുറിക്കപ്പെട്ട ആർട്ടറിയിൽ നിന്ന് എങ്ങനെയാണോ ബ്ലഡ് ഇറങ്ങുന്നത് അത്രത്തോളം ഇൻറ്റൻസിറ്റിയിലാണ് ഇവരെപ്പോഴും വീപ്പ് ചെയ്ത് നോക്കുക. അത്രയും ബ്ലഡിനെ പോലെ ഒഴുകുകയാണ് ഇവരുടെ ടിയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം അത് അടുത്ത പറയുന്നത് വെച്ചാൽ വുമൺ ലൈക്ക് മീ റിസീവ് ബ്ലോസ് ആൻഡ് ഡു നോട്ട് ഡെയർ റിട്ടേൺ ദം. അപ്പം ഈ വിമൺ ഇത്രയും നാളായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിസിക്കൽ വയലൻസ് അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് അതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു പേട്രിയാർക്കൽ കൺട്രോളിനെ പറ്റിയിട്ടും അബ്യൂസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വിമൺ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോസ് എന്ന് പറയുന്നത് അടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അർത്ഥം, ജസ്റ്റ് ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു അബ്യൂസ് അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരതൊരിക്കലും റിട്ടേൺ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കില്ല. ഈവൻ വേർബലാണെങ്കിൽ പോലും അവരത് റിട്ടേൺ ചെയ്യാറില്ല, അവർ റിസീവ് ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് അവരെങ്ങനെ ചെയ്യാണ്, അവർ അത് ഉള്ളിലൊതുക്കി അവർ ആങ്കർ കൊണ്ട് ഷേക്ക് ചെയ്യുകയാണ്. ബട്ട് സ്റ്റിൽ അവരതിനെന്ത് ചെയ്യും, അവരതിനെ അമർത്തി അതിനെ ഒതുക്കി അവർ മുന്നോട്ട് ജീവിക്കുകയാണ്. പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ അത്രത്തോളം സപ്രഷൻ വിമൺ അനുഭവിക്കുന്നുണ്ട്, അത്രത്തോളം മാർജിനലൈസ്ഡ് ആണ് വിമൺ.
അവരെ മെൻ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുക, അവരാണ് കൺട്രോൾ ചെയ്യുന്നത് ഇവരുടെ എല്ലാ കാര്യങ്ങളും. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മുടെ പോയിട്ട് പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് ലയൺസ് ഇൻ കേജസ്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. ഈ ഒരു ടേൺ വരുമ്പോഴത്തേക്കിനാണ് ഇവർക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ട് ഞങ്ങളെ സപ്രസ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഞങ്ങളെ എക്സ്പ്രസ് ചെയ്യാനും ഞങ്ങൾക്ക് ഫ്രീഡം തരുന്നില്ല. എന്താ, ഈ സൊസൈറ്റി നമ്മുടെ വിമൻ്റെ ഫ്രീഡത്തിനെ ഫിയർ ചെയ്യുകയാണ്, അവരുടെ സ്ട്രെങ്ത്തിനെ ഫിയർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇവരൊരു ലയൺ എത്രത്തോളം പവർഫുൾ ആണെന്ന് മനുഷ്യർക്കറിയാം. അതുകൊണ്ടാണ് മനുഷ്യൻ അതിനെ കേജിലിട്ടിടുന്നത്. കാരണം ഇതിനെ കേജ് ഇടാതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീഡമും അതിൻ്റെ സ്ട്രെങ്ത്തും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ അതൊരു പ്രശ്നമാകും. അതേപോലെയാണ് ഈ വിമണിനെ പേട്രിയാർക്കൽ സൊസൈറ്റി കേജ് ചെയ്തിട്ടിരിക്കുക. അത് കാരണം അവർക്ക് ആ ഒരു അവരുടെ സ്ട്രെങ്ത്തിനെയൊക്കെ എന്താണ് കേജ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുക. കാരണം പേട്രിയാർക്കൽ സൊസൈറ്റിക്ക് ഭയപ്പെടേണ്ട ഒന്നാണ് വിമണിൻ്റെ സ്ട്രെങ്ത്തും അവരുടെ ഫ്രീഡമും അവരുടെ ഒരു റേഷണൽ തിങ്കിങ്ങും ഒക്കെ. അപ്പം അതാണ് ഈ ലൈനിലൂടെ പറഞ്ഞിരിക്കുന്നത്. ദേ ഡ്രീം ഓഫ് ഫ്രീഡം. അപ്പോൾ ഈ വിമൺ എന്തതിനെ പറ്റിയിട്ടാണ് കണ്ടിന്യൂസ്ലി ഡ്രീം ചെയ്യുന്നത്? ഒരു ഫ്രീഡത്തെ പറ്റിയിട്ടാണ് കണ്ടിന്യൂസ്ലി ഡ്രീം ചെയ്യുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് എൻഡിങ്ങിലൂടെ തന്നെ ഒരു പവർഫുള്ളായിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അവർ കേജിലാണെന്നുള്ളത് ശരി തന്നെ, പക്ഷേ അവർക്ക് എവിടെയോ മനസ്സിലാവുകയാണ് ഞങ്ങൾക്കും സ്ട്രെങ്ത് ഉണ്ട്, ഞങ്ങളുടെ സ്ട്രെങ്ത്തിനെയും ഞങ്ങളുടെ ഫ്രീഡത്തിനെയും ഞങ്ങളുടെ റേഷണൽ തോട്ടിനെയൊക്കെ ആര് ഭയപ്പെടുന്നുണ്ട്? പേട്രിയാർക്കൽ സൊസൈറ്റി ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഞങ്ങളെ കേജ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ ഇവിടെ വരുന്നുണ്ട്. ആ സെൽഫ് റിയലൈസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് പവർ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ആൾക്കാർ സപ്രസ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ പവർഫുൾ ആണ്, അതുകൊണ്ടാണ് നമ്മളെ കേജ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളൊരു മനസ്സിലാക്കുന്നത് വിമണിന് വരുമ്പോഴത്തേക്കിന് ഈ ഒരു പോയത്തിൻ്റെ ടോൺ തന്നെ എൻറ്റയർലി മാറുകയാണ്. അത്രത്തോളം പവർഫുൾ ബീയിങ്സ് ആണ് ഈ കേജിലിരിക്കുന്നത് എന്നുള്ളത് അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതാ അപ്പോൾ ഈ പോയിം പറഞ്ഞിരിക്കുന്നത്. ഇനി എൻ്റെ മേജറായിട്ടുള്ള തീംസിലോട്ട് നമുക്ക് വരാം. തീംസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നുണ്ട്, പേട്രിയാർക്കൽ ഡോമിനൻസ് വരുന്നുണ്ട്, സപ്രഷൻ ഓഫ് ഫ്രീഡം വരുന്നുണ്ട്, അതേപോലെ തന്നെ ജെൻഡർ ഇനീക്വാലിറ്റി വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ വിമൻ്റെ ആ ഒരു സ്ട്രെങ്ത്, സൊസൈറ്റി ഫിയർ ചെയ്യുന്ന ഒരു സ്ട്രെങ്ത്തിനെ പറ്റിയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയം. അതിൻ്റെ മേജർ തീംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അനലൈസ് ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് വിമൺ സപ്രസ് ചെയ്തിരുന്നതെന്നും അവരുടെ പവർ അവർ സ്വന്തമായിട്ട് റിയലൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു പോയമാണിത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഐ റെസ്പോണ്ട് ടു യു. ഇനി നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.